എല്ലാവർക്കും നമസ്കാരം. ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗോറിന്റെ കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. 1911 ഡിസംബർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിനാണ് ആദ്യമായി ആ ഗാനം ഉയർന്നത്. ജനഗണമന അധിനായകജയ ഇത് രചിച്ചത് ഗുരുദേവൻ രവീന്ദ്ര ടാഗോർ രാജാവിനെയോ ബ്രിട്ടീഷുകാരെയോ പ്രശംസിച്ചല്ല. ഇത് ഇന്ത്യയുടെ ഭാഷയും സംസ്കാരവുമുള്ള ജനതയെയും ഉപദേശിച്ചാണ് അദ്ദേഹം ഈ ഗാനം എഴുതിയത്. പഞ്ചാബ് മുതൽ ബംഗാൾ വരെ, വിന്ധ്യൻ പർവതങ്ങൾ മുതൽ ദ്രാവിഡം വരെ ഇത് ഒരു ദേശത്തുള്ള പ്രണയത്തിന്റെ പാട്ടായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ ഒരു കവി മാത്രമായിരുന്നില്ല. അദ്ദേഹം ഭാരതത്തിന്റെ ആത്മാവിനെ കുറിച്ച്, മനുഷ്യന്റെ രാശിയുടെ ഐക്യ കുറിച്ച് അദ്ദേഹം ദർശിച്ചിരുന്നു. 1913 അദ്ദേഹം നോബൽ സമ്മാനം നേടി. അദ്ദേഹം ഏഷ്യൻ എഴുത്തുകാരനായി. 1950 ഇന്ത്യൻ റിപ്പബ്ലിക് ആയപ്പോൾ ജനഗണമന അധിനായകജയ ഔദ്യോഗികമായി ദേശീയ ഗാനമായി അംഗീകരിച്ചു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ.